അപ്പച്ചി എല്ലാരും വെക്കേഷൻ ആയിട്ട് ഇറങ്ങാൻ മാത്രം കൊണ്ടുപോകാ നാളെ പോവാം. പറ്റൂല എന്ന് നാളെ എന്ന് പറയുള്ളൂ. ഞാൻ ചെറിയ കൊണ്ടുപോയിട്ടുണ്ടാ അന്തര ഞാലോ എല്ലായിടത്തും കൊണ്ടുപോകണം. നാളെ കൊണ്ടോ ഒരു ദിവസമെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? നാളെ പോവാന്ന്. എനിക്ക് ഇന്ന് പോണം. കടയിൽ പോണ്ട പിന്നെ എന്നാ വാപ്പച്ചാണെങ്കിൽ ഫോണില് കടയിൽ ആളുണ്ടാകുന്ന ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകണം. ഓക്കെ. 30 ദിവസം ഇനി ഏതൊക്കെ നോക്കി ടീഷർട്ടുണ്ട്, ഷർട്ടും ഉണ്ട്, ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇന്നലെ കൊണ്ടുപോയാലേ പറ്റും. ചോട്ടൊന്ന് പേടിയാ വാർത്ത പൺമൂടി പോവാന്ന്. എന്റെ പൊന്നാളിയ ചെറുക്കൻ വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇനി അവന്മാർ എവിടെയെങ്കിലും കൊണ്ടുപോയാലേ പറ്റൂ. ഇൻട്രൊഡക്ഷൻ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും 2-3 ദിവസമായിട്ട് ഇതിലും വലിയ വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ പുറത്തുണ്ട്. അവിടുന്നാണ് സ്ക്രൂ കയറ്റുന്നത്. മനഃപൂർവ്വമല്ല, നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതാണ്. എന്തായാലും വെക്കേഷൻ കഴിയാറായി. ഇനിയെങ്കിലും എൻ്റെ ഒരു ദിവസം ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു തെണ്ടി തന്തയായി പോകും. ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ എന്തായാലും കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. വണ്ടി കയറിയ അപ്പൊ ഒമിറ്റ് ചെയ്യണം. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, മോനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടേ. വിതുര കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ പാലത്തിന്റെ പണി നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വണ്ടി തിരിച്ചുവിട്ട്. ആ റോഡ് കയറിയപ്പോഴത്തേക്കും ബോണക്കാട് 16 കിലോമീറ്റർ എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ മാഡത്തിന് ബോണക്കാട് പോകണം. ഓർഡർ കിട്ടിയതും പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ബോണക്കാട് വെച്ച് പിടിച്ച് ചെക്ക് പോസ്റ്റിൽ പിടിച്ചു നിർത്തി. വാടം പറഞ്ഞ് ബോണക്കാട് പോകാൻ പറ്റത്തില്ല, അത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, നേരെ തിരിച്ചു വിട്ടോളാൻ പറഞ്ഞ്. ഒന്നുകിൽ എനിക്ക് ബോധം വേണം, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവർക്ക് വേണം. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നേരെ തിരിച്ചു പോവാം. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മൾ വയ്ക്കുന്ന വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, അവരും ഇപ്പോൾ തിരിച്ചു വരും. മീൻമുട്ടി വാട്ടർഫാൾസ് 5 കിലോമീറ്റർ എന്ന് ബോർഡ് കിട്ടിയിട്ടുണ്ട്. നേരെ മീൻമുട്ടിയിലോട്ട് വെച്ച് പിടിക്കാം. പൊന്മുടിയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ മീൻമുട്ടിയിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ മെയിൻ ടാർഗറ്റ് മീൻമുട്ടി വെള്ളച്ചാട്ടം. എടാ, ഭൂമിയിൽ തലതിരിഞ്ഞ് കറങ്ങിയാലും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ള മൈൻഡിലാണ് ഇവിടെ ഒരാൾ. രതീഷ്, രതീഷ്, ഞാൻ വിളിക്കുന്നത് ഇങ്ങോട്ട് തുടങ്ങാമോ? രതീഷ്, ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും കല്ലാർ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് വീണ്ടും ട്രാവൽ ചെയ്ത് 1 കിലോമീറ്റർ പോയാലേ നമുക്ക് കല്ലാറിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞേ. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോയി നോക്കാം. അകത്ത് കയറുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടാ. എൻ്റെ അമ്മ, ജീവിക്കണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ജീവിക്കണം. 2 സൈഡും കാട്, നടുക്കൂടെ റോഡ്, അടിപൊളിയാട്ടാ, ഒരു രക്ഷയില്ല. എന്തായാലും വീഡിയോ എടുത്ത് വെച്ചിരിക്കാം, പിന്നീട് കാണിച്ചു കൊടുക്കാം. ഇവിടെയൊക്കെയാണ് നമ്മൾ പോയത്, ഇന്ന സാധനങ്ങളൊക്കെ കണ്ടെന്നേ. വേറൊരു കാര്യമുണ്ടേ, അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സീൻ മാറും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആള് ചാർജ് ആവും. പിന്നെ ഇത്രയും ദൂരം നമ്മൾ കൊണ്ടുവന്നത് പുള്ളിക്കാരത്തിയാണെന്നുള്ള രീതിയിലാണ് പിന്നെ ബാക്കി കാര്യങ്ങളുടെ പോക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡറുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മളങ്ങ് കേട്ടോളണം. ഇവിടെ വണ്ടി ഓടിക്കണത് ഞാൻ, വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് ഞാൻ, ഇനി എവിടെയെങ്കിലും ചെന്നാൽ പിള്ളേരെ നോക്കാനുള്ളത് ഞാൻ, ഇവരെ സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെമുക്കാനുള്ളത് ഞാൻ എന്തേടേ ബംഗാളിയടേ. പോട്ട്, സാരമില്ല. ഇതെല്ലാം നമുക്ക് നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ച് സമാധാനിക്കുക. ഇവിടെ കല്ലാറ് LP സ്കൂൾ ഇതിനകത്താണ് കേട്ടാ. എന്തായാലും ഇവ പഠിക്കുന്ന പിള്ളേരുടെ സമയം തന്നെ അടിപൊളിയായിരിക്കും. ഈ ടാർപ്പായിട്ട് ഒരു വീട് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വീട് കണക്കുള്ളൊരു ഫീലിംഗ് ആയിരുന്നു സംഭവം. ഞാൻ വിചാരിച്ചു ഇവിടെ ആള് താമസം കാണൂല, അല്ലെങ്കിൽ വല്ല ഗാർഡ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളൊരു സെറ്റപ്പ് ആയിരിക്കും എന്നാണ് വിചാരിച്ച. സംഭവം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. 10 ഏക്കറുണ്ട് ഈ കാടിനകത്ത്. ഗവൺമെന്റ് പ്രോപ്പർട്ടിക്ക് അകത്ത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് പണ്ട് ഒരു വെട്ടിപ്പിടിച്ചാണ്. ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരനായിരുന്നു അയാൾ. അന്ന് ബ്രിട്ടീഷുകാർ ഇയാൾക്ക് ചെമ്പ് പട്ടയം എഴുതി കൊടുത്ത 10 ഏക്കറാണത്. ആ ഒരൊറ്റ കാരണം കൊണ്ടിട്ടാണ് ഇന്നും നമ്മളെ ഗവൺമെന്റിന് അതിനൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോഴവർ തലമുറ കൈമാറിയത് കൈവശം വെച്ച് പറഞ്ഞു. ഇപ്പൊ അവിടെ ഒരു ചേച്ചിയാണ് താമസിക്കുന്നത്. അവര് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറയണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ആ ഒരു സംഗതി അങ്ങ് തീരും. പിന്നെ ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറുമെന്ന് തോന്നണം. ഇനി ഇതൊക്കെ ഉള്ളതാണെന്ന് അറിഞ്ഞു കേട്ടോ. അവിടുത്തെ ഗാർഡ്സാണ് പറഞ്ഞു തന്നത്, ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ കഥകളെന്ന് പറഞ്ഞു തന്നത്.
ഇനി പറ്റിച്ചാണോ എന്തോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട്. മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വെള്ളച്ചാട്ടമൊന്നും കാണാനില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? ഏയ്, ഇവിടെ ചെറിയ വെള്ളങ്ങളേ ഉള്ളു. അപ്പം അവിടെ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ വീണ്ടും 1 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ വിടാൻ ഉദ്ദേശമില്ല. 1 കിലോമീറ്റർ ട്രക്കിംഗ് എങ്കിൽ ട്രക്കിങ്, വെള്ളച്ചാട്ടം കണ്ടിട്ടേ വരൂ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലം. 2 സൈഡും കാട്. 2 സൈഡും കാടല്ല, കാട്ടിന് നടുക്കൂടല്ലേ പോണത്. പറ്റില്ല. ഓ, കേറാൻ പറ്റണ്ടേ? ഇനി മതി, നമുക്ക് തിരിച്ചു പോയാലോ? 1/2 കിലോമീറ്റർ. ചെറിയ വഴിയാണ് കേട്ടോ, 2 പേർക്ക് കഷ്ടിച്ച് നേരെ ഒരുമിച്ച് പോവാം. പക്ഷേ അവിടെ വേറെ പലരുടെയും സഞ്ചാരം യോഗ്യമായിട്ടുള്ള വഴിയാണത്. ആനയുടെ പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. അതിലേക്ക് ഇവിടെ ആന വരാൻ സാധ്യതയുണ്ട്. ഒരു ആന വന്നാ എന്തോ ചെയ്യും? ഇപ്പൊ ഇവിടെ ഒരു ആന വന്നാ എന്തോ ചെയ്യും? ഓടോ നമ്മള്? ഇതുവഴി ഓടാൻ പറ്റൂല, ഇതുവഴി ഓടാൻ പറ്റൂല. ഇനി നീ ഇറങ്ങ്, ഞാൻ കേറാം. എന്തായാലും പോകുന്ന പോക്കില് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ. നമ്മളവിടെ ഇരിക്കണില്ല, നമ്മൾ വീണ്ടും നടക്കണുണ്ട്. കാര്യം ഇപ്പോഴേ നടന്നാലേ അങ്ങ് എത്തും. വിയർത്ത് നാറി ഉടുപ്പൊക്കെ ഊരി തോളിയിട്ടുകൊണ്ടാണ് പോക്ക്. ഒറ്റ ലക്ഷ്യം, മീൻമുട്ടി വെള്ളച്ചാട്ടം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്തൂടെ ഉള്ളൊരു നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മൾ കട്ടയ്ക്ക് നടക്കും. കാര്യം ദൈവത്തിൻ്റെ ഒരു വരദാനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് അത്രയും കാണാനായിരുന്നാലും ആ ഒരു സൗണ്ടും എന്തോ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കാനുള്ള സംഗതിയാണിത്. ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായിപ്പോൾ. തന്നെ നേരത്തെ വരാനുള്ളതായിരുന്നു, പറ്റിയില്ല. ഇനിയിപ്പോ വെള്ളത്തിൽ കൂടെ നടക്കാൻ പറ്റും, ശൂരേണ്ടി വരും. തേഞ്ഞ് മഴ 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 എവിടെ? കല്ലാറ് ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മ, വെള്ളത്തിന് എന്ത് തണുപ്പിത്! ഫ്രീസറിനകത്ത് ഇറങ്ങിയിരുന്ന പോലെ ഉണ്ട്. അറിയാ, 1 കിലോമീറ്റർ കാടും മലയും താണ്ടി ചവിട്ടി വന്നിട്ട് ഇതാണ് സംഭവം. കാണാറുണ്ട്, പക്ഷെ ഇത്രയും ത്യാഗം ചെയ്ത് കാണാനുള്ള സാധനം ഇല്ല ഇവിടെ. പക്ഷെ വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം വരുന്നത് അതിൻ്റെ മേളിലുള്ള പാറയ്ക്കകത്തു നിന്നാണ് വെള്ളം വരുന്നത്. അതിൻ്റെ പാറയുടെ ബാക്കിലോട്ട് വേറെ വരാനായിട്ട് വേറെ വെള്ളമോ വേറെ നീരുറവോ വേറെ ഒരു സംഗതികളൊന്നും ഇല്ല. പക്ഷെ ആ പാറയ്ക്കകത്തുനിന്ന് പൊട്ടി വരുന്ന വെള്ളമാണെന്നാണ് അവിടുത്തെ വാർഡൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്. അതിപ്പോൾ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മാതിരി പടപ്പാണ് പടച്ചു വെച്ചിരിക്കുന്നത്. ആ കൊള്ളാം, അവൻ്റെ ഇരിപ്പ് നോക്കിയാണ്. അവൻ്റെ ഇരിപ്പ് കണ്ടാൽ തോന്നും 1 കിലോമീറ്റർ അവൻ എന്നെയും തോളി വെച്ചുകൊണ്ടാണ് നടന്നതെന്ന്. വെള്ളച്ചാട്ടം കണ്ടപ്പം അവളുടെ ക്ഷീണവും ഉറക്കമെല്ലാം പോയി. പിന്നെ ഒരു രക്ഷയില്ല, ഒരേ അഭിനയവും റീല് കൊടുത്തതും വേണ്ട പൊളപ്പായിരുന്നു. എന്ത് തിരക്കെന്നൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പൊളപ്പെന്ന് പറഞ്ഞാലും ഈ സംഗതികളൊന്നും കാണാതെ അങ്ങ് മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ പടച്ചോൻ ചോദിക്കൂലേ, നീ എന്തിനാ നീ അവിടെ ജീവിച്ച് ഇത്രയും സംഗതികൾ നിനക്ക് അവിടെ തന്നിട്ട് നീ അന്നും പോയി കാണാതെ നീ എന്തൊരു ജീവിതമാണ് ജീവിച്ച് തീർത്തതെന്ന് ചോദിച്ചാൽ എന്തിനും മറുപടി പറയും. കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. തളർന്നോയാ മോനെ? അരമണിക്കൂറായി തിരിച്ചിറങ്ങാൻ തുടങ്ങിയിട്ട്, ഒന്നും ആയില്ല. പക്ഷെ വേറൊരു കാര്യം, ഇത്രയും സമയം നമ്മൾ ശ്വസിച്ച വായു അത് എത്ര ലക്ഷം രൂപ കൊടുത്താലും കിട്ടൂല.
അത്ര അടിപൊളി. അതവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും സമയം നടന്നിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് നമ്മൾ കാടിനകത്തൂടെയാണ് നടക്കുന്നത്. നമ്മൾ ഇത്രയും സമയം ശ്വസിച്ച വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കൊടുത്താലും നമുക്ക് ഈ ഒരു സംഗതി നമുക്ക് കിട്ടൂല. നമ്മളിനി എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നാലും ഇത് നാച്ചുറലായിട്ട് ദൈവം അറിഞ്ഞ് നേരിട്ട് തരണ സാധനം. ഇത് ഒരു രക്ഷയില്ല. നമ്മുടെ ആ കാടിനകത്തുള്ള ആ ഒരു സൈലൻസും ആ വെള്ളത്തിൻ്റെ ചെറിയ സൗണ്ടും ഒരു കിളികളുടെ ഒരു ചീവീടിൻ്റെ സൗണ്ട്, കുറേ കിളികളുടെ സൗണ്ട്, കുരങ്ങൻ്റെ സൗണ്ട്, ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ല. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളത്തിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തുപെരുവും. വീട്ടിൽ വെള്ളം അലർജി ആണെങ്കിലും പുറത്ത് പോയി വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തള്ളയും മക്കളെയും പിടിച്ചേ കിട്ടൂല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇത്രയും തെളിഞ്ഞ വെള്ളത്തിൽ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുവരെ വന്നതിലൊരു അർത്ഥമില്ല. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് കയറി ഇരിക്കുന്ന തണുപ്പ്, അമ്മാതിരി തണുപ്പ്, നാച്ചുറലായിട്ടുള്ള തണുപ്പ്. നമ്മളെ പൊടിക്ക് ആദ്യം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴത്തേനും ചെറിയ പേടിയും കാര്യങ്ങളും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം തോളിൽ തന്നെ വെച്ചിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ അവനെ വെള്ളത്തിൽ നിന്ന് കയറ്റാനായിട്ട് പെട്ട പാറെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. പിന്നെ അവന് വെള്ളത്തിൽ നിന്ന് കയറണ്ടാവും. ചേച്ചി ഒന്ന് കുളിപ്പിച്ചു തരുമോ? ജയിലിൽ നിന്ന് വന്നിട്ട് ഞാനും കുളിപ്പിച്ചു തരാം. ആഴ്ചയിൽ ഒരിക്കലുള്ള കുളി മുടക്കണ കഷ്ടമാണ് സാർ. ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ കൺട്രോൾ പോയി. ഒരു രക്ഷയില്ലാതെ തണുപ്പെന്ന് പറഞ്ഞാൽ ഫ്രീസർ ഇരിക്കുമ്പോഴത്തെ തണുപ്പ്, അടിപൊളി തണുപ്പ്. എന്ത് കച്ചവടമാണെന്ന് പറഞ്ഞാലും എത്ര വലിയ തിരക്കെന്ന് പറഞ്ഞാലും നമ്മളെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്തർത്ഥമുള്ളത്? വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട്. ഇനി അവരെ ഇതിൽ നിന്ന് കയറ്റണമെങ്കിൽ കുറച്ച് പണിയാണ്. ഈ തവളകളെ കണക്ക് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മല കയറാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം തന്നെ ഏകദേശം 3:30 മണി കഴിഞ്ഞ്. 4 മണി കഴിഞ്ഞാൽ പൊന്മുടിയിലോട്ട് കയറാനായിട്ട് പാസ് കിട്ടത്തില്ല. ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്ററാണ് പൊന്മുടി. എങ്ങനെ പോയാലും അരമണിക്കൂറിന് മേളിലെടുക്കും. ഇപ്പോഴെങ്കിലും ഇവിടുന്ന് കയറിയാലേ നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റൂ. എന്തായാലും നമ്മളവിടെ തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 3:50 കഴിഞ്ഞ്. 4 മണി കഴിഞ്ഞ സ്ഥിതിക്ക് പാസ് കിട്ടോ ഇല്ല എന്നുള്ളത് നല്ല ഡൗട്ടായിരുന്നു. എന്തായിരുന്നാലും രണ്ടും കൽപ്പിച്ച് പോവാം. പോയി കഴിഞ്ഞാൽ പാസ് കിട്ടിയാൽ കയറാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, പോയതുപോലെ തിരിച്ചു വരാം എന്നുള്ള കണ്ടീഷനിലായിരുന്നു. എന്തോ ദൈവം സഹായിച്ച് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് പോവാം. പതുക്കെ പോയാൽ മതി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മുടിയുടെ മേലിൽ കാണാനുള്ളതിനേക്കാളും 22 ഹെയർ പിന്ന് കറങ്ങി പോകുമ്പോഴത്തേനും കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരുപാട് പ്രാവശ്യം പൊന്മുടി കയറിയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം കയറുമ്പോഴും നമുക്ക് ആദ്യമായിട്ട് കയറുന്ന ഒരു അനുഭവമാണ് കിട്ടുന്നത്. എന്ത് പറഞ്ഞാലും അതൊരു ഫീലിംഗ് തന്നെയാണത്. നമ്മൾ പോകുന്ന പോക്കിൽ ഒരുപാട് സ്ഥലത്ത് വണ്ടി നിർത്തി ആ ഭംഗി ആസ്വദിച്ചാണ് പോയത്. ഒരു മരത്തിന്റെ വേരിയിൽ നിന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടം, മേലിൽ നിന്നുള്ള ഒരു ചെറിയ ഊറ്റാണ്. പക്ഷെ ഒരു രക്ഷയില്ലാത്തൊരു സംഗതിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ട ആരാണെന്ന് ഇറങ്ങി നോക്കാത്തത്? ആ ജീപ്പിന്റെ പുറകെ പോണോണ്ടാണോ അറിയത്തില്ല, ഒരു മഞ്ഞാണോ പുകയാണോ എന്നറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ആ ജീപ്പിൽ നല്ല രീതിയിൽ പുകയും പറഞ്ഞുണ്ട്, റോഡിൽ ഒരു മഞ്ഞിന്റെ ഒരു പ്രതീതി കിട്ടുന്നുണ്ട്. രണ്ടായിരുന്നാലും നമുക്കൊരു വൈബ് തന്നെ. സുലൈമാന് കുടിക്കുമ്പോൾ മുഹബത്ത് കിട്ടുമെന്നുള്ള കാര്യം ഇവിടുന്ന് മനസ്സിലായേട്ടാ. ഒരു സംഗതിയും വിട്ടിട്ടില്ല, എല്ലാത്തിലും കയറി മേഞ്ഞിട്ടുണ്ട് തന്തേ മോന്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഹെയർ പിന്നും കഴിഞ്ഞ് പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴും പ്രതീക്ഷിച്ച ഒരു തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അവിടെ തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു പാർക്കിംഗ് തന്നെ കിട്ടിയത്. അതൊരു തിരക്കാണ്. വൈകുന്നേരം ആയതുകൊണ്ടിട്ട് നല്ല മഞ്ഞുണ്ട്. ആകെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു യൂറിനറില്ല അവിടെ. നമ്മുടെ ടൂറിസം വകുപ്പ് ഈ ഒരു സംഗതികളിലൊക്കെ കുറച്ചുകൂടിയിട്ട് ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് നമ്മളുടെ ഈ ഒരു പ്രകൃതിയുടെ പ്രതിഭാസം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്കൊരു ഫെസിലിറ്റീസ് ഇല്ല. അവർക്ക് ഒരു മാന്യമായിട്ട് ഒരു യൂറിനറോ കാര്യങ്ങളോ ഒരു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട്. പ്രകൃതിയാൽ കനിഞ്ഞു തന്ന മനോഹാരിതയിൽ നമ്മൾ കുറച്ച് ഉത്തരവാദിത്തത്തോടെ നമുക്ക് അവർ കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ടൂറിസം മേഖലയിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പുതിയ ടൂറിസം മിനിസ്റ്റർ വന്നതല്ലേ, വേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാം. നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് തെന്നി നീങ്ങിപ്പോയി. അതെന്തായിരുന്നാലും നമുക്കതൊക്കെ വിടാം. നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് നമ്മളെ പഴയ കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇവരിവിടെ വെയിറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വരുന്ന വഴിക്ക് 2 പേർ ബിസ്ക്കറ്റ് കൂടി മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും നമുക്ക് ആ ബിസ്ക്കറ്റ് അവർക്ക് കൊടുത്ത് നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് നേരം പോക്കൊക്കെ പറഞ്ഞിരിക്കാം.
നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഈ താത്തായെ വഴിയിൽ വെച്ച് കാണുന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടാ. കൊടുക്കാനായിട്ട് ഒന്നുമില്ല പാവം. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഒരു ദിവസം തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പിള്ളേർക്ക് വേണ്ടിയിട്ടായതുകൊണ്ടിട്ട് തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കണം, നേരെ വീട് പിടിക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ്, പറ്റുമെങ്കിൽ ബെല്ലൈക്കൺ വരെ അടിച്ചെങ്കിൽ പൊട്ടിച്ചിരാ. ബാക്കി പറഞ്ഞിട്ട് കാണാം.